തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതു, ജോത്സ്യൻ ദേവിദാസൻ എന്നിവരെ ഇന്നും ചോദ്യം ചെയ്യും. പ്രതിയായ ഹരികുമാറിന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം എന്താണ്? ഈ വിശ്വാസപരമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ ഇതിൽ പോലീസ്? ആതിര, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അമ്മ ശ്രീതുവിനെ ഇന്നലെ രാത്രി എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തിരുന്നു. പൂജപ്പുഴ വനിതാ മന്ദിരത്തിലെത്തിയാണ് ചോദ്യം ചെയ്തത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിലൊന്നും തന്നെ പോലീസിന് വ്യക്തമായ മറുപടിയൊന്നും ശ്രീതുവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ജോത്സ്യൻ ആയിട്ടുള്ള ദേവിദാസനെയും ഇന്ന് ചോദ്യം ചെയ്യും. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ബാലരാമം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥലം എസ്.പിയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എസ്.പിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിനോടൊപ്പം തന്നെ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇതിൽ പ്രധാനമായും ഇന്നലെ ദേവിദാസനെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഇദ്ദേഹവുമായി അമ്മ ശ്രീധുവിനുണ്ടായ സാമ്പത്തിക ഇടപാടുകളാണ്. ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് ഒരു 36 ലക്ഷം രൂപയോളം അടുത്ത് ഈ ദേവിദാസന് അമ്മ ശ്രീധു നൽകിയതായി പരാതി നൽകിയിരുന്നു. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഈ പരാതിയും നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ദേവിദാസനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ പണമിടപാട് എന്ത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ നടത്തിയത്, ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്ധവിശ്വാസം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ കുട്ടിയെ കൊലപ്പെടുത്താൻ അമ്മയടക്കമുള്ളവർ സഹായിച്ചിരുന്നോ എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രതിയായിട്ടുള്ള ഹരികുമാർ ഇപ്പോൾ 14 ദിവസം റിമാൻഡിലാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കെട്ടാനുള്ള ജാമ്യാപേക്ഷയും പോലീസ് ഇന്ന് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. കാരണം നാളെ ഞായറാഴ്ചയാണ്. ആയതിനാൽ തന്നെ തിങ്കളാഴ്ചയിലേക്കും കസ്റ്റഡി ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്, കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് നൽകിയാലും ഇല്ലെങ്കിലും പ്രതിയെ പോലീസിന് കസ്റ്റഡിയിലേക്ക് ലഭിക്കുക തിങ്കളാഴ്ചയായിരിക്കും. ആതിര, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഇന്നിപ്പോൾ അമ്മ ശ്രീതുവിനെയും ജോത്സ്യനെയും വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.